അമ്മ എനിക്ക് ഹായ് ഓൾ, അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ നമ്മുടെ റനക്കുട്ടിയുടെ നീറ്റിൻ്റെ റിസൾട്ട് വന്നതും പിന്നെ ഉംറ കഴിഞ്ഞിട്ട് കുറേ ദിവസങ്ങൾക്ക് ശേഷം മക്കളെ കാണാൻ മക്കളുടെ ഒപ്പമുള്ള ഒരു ദിവസത്തെ ഒരു വൈകുന്നേരത്തെ വിശേഷങ്ങളൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ അവസാനം വരെയും കാണാം കേട്ടോ. ഗൈസ്, അമ്മി മഞ്ഞൾ പാൽ കുടിക്കാൻ പോണോ? ഞങ്ങൾക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ആരാ മഞ്ഞൾ പാൽ കുടിക്കുക? ഞങ്ങക്ക് മനസ്സിലാവുന്നുണ്ട്. ഇങ്ങോട്ട് ഞം 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 വാ, ദീദിന്റെ അടുത്ത് വാ. ഞം ഞം ഞം, ദീദിന്റെ അടുത്ത് വാ. അയ്യോ ഗ്രാനി, അയ്യോ. ബോഡി ആൻഡ് മൈൻഡ് നല്ല വീക്കാണ്. അപ്പോൾ പിന്നെ ഒന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഞാനിതേ കാണിക്കാൻ പോകുന്നത് വെളുത്തുള്ളി പാലാണ്. മുമ്പ് ഞാൻ പഴയ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു റെസിപ്പി നമുക്ക് നല്ല ഹെൽത്ത് വൈസ് ഡെയിലി കുടിക്കുകയാണെങ്കിൽ നല്ല ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ. ഇച്ചു വരുമ്പോൾ ഇല്ലേ, ഇച്ചുവിൻ്റെ അടുത്ത് എന്താ പറയുക, വാ സൂപ്പർ അമ്മ, എനിക്ക് ഒന്ന് തരും പറയാം. ഇച്ചു ഒന്ന് തരും പറയാം. ഇച്ചുകൊണ്ട് വായിലൊന്നും ഇട്ടെടുക്കാം. ഇച്ചു ഇങ്ങോട്ട് വാ. അമ്മ എനിക്ക് വന്ന് തരുമോ അമ്മേ? സൂപ്പർ ആയിട്ടുണ്ട് അമ്മേ. സൂപ്പറാണ്. നോക്ക്, ചുച്ചൊക്കെ തന്നു. ചവക്കി ചവക്കി. അയ്യോ എനിക്ക് നിക്ക് കാണാം. ആ സൂപ്പറാണ് ഇച്ചു. ഇച്ചു ചുച്ചു തിന്നു. ഒന്ന് വായിലിട്ടോ. സൂപ്പർ ആയിട്ടുണ്ടോ? സൂപ്പർ സാധനമാണ്. ഇടുവാ, ഒരു സാധനം തരാവാ. സൂപ്പർ ഇടുവാ. നീ എന്നെ പറ്റിക്കണ തിന്നൂറനാ ദിദീന്ന്. സൂപ്പറായിട്ടുണ്ട്. അമ്മ അത് നക്കി നോക്കി. ഞാൻ പറഞ്ഞില്ല ഇച്ചു പറഞ്ഞ ആര് തള്ളി വിടുന്നു? സ്പൂണാണ്, അത് എടുക്കരുത്. ഇല്ല, ഇത് എൻ്റെ സ്പൂണാണ്, ഞാൻ തരൂല. ഇല്ല, എൻ്റെ സ്പൂണാണ്. ഓക്കെ സർപ്രൈസ്. വീഡിയോ ഷൂട്ടിൻ്റെ ഇടയിൽ നമ്മുടെ റനക്കുട്ടിയാണ് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിക്കവാറും കുട്ടികളെ വെറുപ്പിച്ച് ഒരു പരുവാക്കും, കൂടെ എന്നെയും. അതാണ് ഇത്ര നേരം കണ്ടത് കേട്ടോ. പിന്നെ അതൊക്കെ ഒരു രസമാണ്. അപ്പോൾ ഞാനിത് 1.5 ഗ്ലാസ്സോളം പാലാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം വറ്റി വരണം കേട്ടോ. നമ്മൾ ഈ 1.5 ഗ്ലാസ്സും കുടിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ആക്ച്വലി പാല് തീരെ ഇഷ്ടമല്ല. ഞാനിങ്ങനെ പാലൊക്കെ അതിൻ്റെ സ്മെല്ല് കേട്ടാൽ തന്നെ ഛർദ്ദിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇതുപോലെ വെളുത്തുള്ളി ഇട്ടിട്ട് നമ്മൾ കുടിക്കുന്ന സമയത്ത് ആ പാലിൻ്റെ സ്മെല്ല് ഒട്ടും ഉണ്ടാവില്ല. അതിന് പകരം ഈ വെളുത്തുള്ളീൻ്റെ ആ ഒരു എസൻസും എല്ലാം കൂടെ അതിലേക്ക് മിക്സായിട്ട് ഒരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ ഉണ്ടാവുക. നിങ്ങൾ ആരെങ്കിലും ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട നല്ലൊരു റെസിപ്പിയാണ്. ഞാൻ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് നേരെ ഹയാങ്കുട്ടൻ്റെ അടുത്തേക്ക് പോയിട്ടോ. പിന്നെ ഇല്ലേ, കഴിഞ്ഞ ആഴ്ച എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വായിച്ച സമയത്ത് ശരിക്കും എനിക്ക് ചിരിയാണ് വന്നത്. ഒരമ്മ മെസ്സേജ് ചെയ്ത് പറഞ്ഞതാണ് കേട്ടോ, ചേച്ചി വീഡിയോയിൽ ബാൻസുവിനെ കുറിച്ച് പറഞ്ഞ് കേട്ടിട്ടാണ് ഞാൻ എൻ്റെ മോനെ എൻറോൾ ചെയ്തത്. അതിന് ശേഷം ഇപ്പോൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ബില്ല് വരുന്നതിന് മുമ്പ് തന്നെ ഇവനെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് പറയുന്നുള്ളത് കേട്ടോ. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഞാൻ ഈ വീഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബാൻസുവിനെ കുറിച്ച് പറയുമല്ലോ, അതിൻ്റെ ഒരു ഉപകാരം. അത് വായിച്ചപ്പോൾ ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. ബാൻസുവിനെ കുറിച്ച് ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്നത് നമ്മൾ പാരൻസായിട്ട് നമ്മുടെ മക്കൾ നല്ല മാർക്സ് വാങ്ങുന്നത് മാത്രമല്ലല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്. പഠിക്കാൻ പേടിക്കാത്ത, പുതിയ കാര്യങ്ങളൊക്കെ അറിയാൻ ഇഷ്ടപ്പെടുന്ന, സ്വന്തമായിട്ട് ചിന്തിക്കാൻ കോൺഫിഡൻസ് ഉള്ള കുട്ടികളായിട്ടാണ് നമ്മൾ മക്കളെ വളർത്താനും വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് അല്ലേ.
അതാണ് എനിക്ക് ബാൻസോൽ ഇഷ്ടപ്പെട്ടതും. ഇത് ക്രിയേറ്റ് ചെയ്തത് വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഹ്യൂമൻ കാൽക്കുലേറ്റർ എന്നറിയപ്പെടുന്ന നീലകണ്ഠ ഭാനുവാണ് കേട്ടോ. ലക്ഷ്യം വെറും മാത്സ് പഠിപ്പിക്കുക എന്ന് മാത്രമല്ല കേട്ടോ, കുട്ടികൾക്ക് തിങ്കിങ് ഇമ്പ്രൂവ് ചെയ്യാനും മാത്സ് എൻജോയ് ചെയ്യാനും സഹായിക്കുക എന്നുള്ളതും കൂടിയാണ്. ഗെയിംസ്, വിഷ്വലൈസേഷൻ, മെൻ്റൽ മാത്സ് ടെക്നിക്സ് ഒക്കെ വഴി പഠിപ്പിക്കുന്നത് കൊണ്ട് കുട്ടികൾക്ക് മാത്സ് ഒരു പ്രഷറായിട്ട് തോന്നൂല കേട്ടോ. പിന്നെ ഒരു ക്ലാസ്സിൽ 6 സ്റ്റുഡൻസ് മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ കുട്ടിക്കും ടീച്ചേഴ്സിന് പേഴ്സണൽ ആയിട്ടുള്ള അറ്റൻഷനും കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ഇതിനു മുമ്പ് നിങ്ങളോട് ബാൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ ഒരു ട്രെൻഡാണ് എന്നതുകൊണ്ടല്ല കേട്ടോ, ശരിക്കും പാരൻസിനും കുട്ടികൾക്കും ഇത് നല്ല രീതിയിൽ ഉപകാരപ്പെടും എന്നുള്ളതുകൊണ്ടാണ് നിങ്ങളായിട്ട് അത് ഷെയർ ചെയ്തത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുട്ടി 5 വയസ്സ് മുതൽ 15 വയസ്സിൻ്റെ ഇടയിലുള്ളതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജോയിൻ ചെയ്യാൻ പറ്റിയ നല്ല ടൈമാണ്. ഇപ്പോൾ അവർ ഫ്രീ ആയിട്ട് ട്രയൽ ക്ലാസ് കൊടുക്കുന്നുണ്ട്. കൂടാതെ ഇൻഡിപെൻഡൻസ് ഡേയുടെ ഓഫറായിട്ട് ആദ്യം ജോയിൻ ചെയ്യുന്ന 25 പേർക്ക് 25% ഓഫറും കൂടെ കൊടുക്കുന്നുണ്ട്. എൻ്റെ ലിങ്കിലൂടെ കയറുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതുവരെ നിങ്ങൾ ജോയിൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കമൻറ്റിൽ പിൻ ചെയ്തും വെക്കാം. ജസ്റ്റ് ഒന്ന് കയറിയിട്ട് രജിസ്റ്റർ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ബാക്കിയുള്ള പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ റെഡിയാക്കി വെച്ച സാധനങ്ങളും പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് മഞ്ഞളിടണം. അപ്പോൾ മഞ്ഞളിടുന്ന സമയത്ത് അത്യാവശ്യം നല്ല ഓർഗാനിക്കായിട്ടുള്ള മഞ്ഞൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. ഞാനിത് അങ്ങനെ നോക്കിയിട്ട് പ്രതിഭ വെറൈറ്റി എന്ന് പറഞ്ഞൊരു മഞ്ഞളാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. ഇത് വന്നിട്ട് ഇവർ സ്റ്റീം ചെയ്ത് പ്രിപ്പയർ ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ കുർക്കുമീൻ കണ്ടൻ്റ് ഒന്നും ഒട്ടും പോയിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ അവരുടെ നമ്പർ കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ജസ്റ്റ് എന്തായാലും വാങ്ങി വെച്ചോ, നല്ല അടിപൊളി മഞ്ഞളാണ്. ഞാൻ ജസ്റ്റ് ഇതിങ്ങനെ ഇടുമ്പോൾ തന്നെ ഇതിൻ്റെ കുറച്ച് പൊടികൾ താഴെ വീണില്ലേ, നന്നായിട്ട് കറ അപ്പം തന്നെ പിടിക്കുന്നുണ്ടായിരുന്നു. മീൻസ് അത്രയും നല്ല ബെനിഫിറ്റുള്ള സാധനമാണ്. പിന്നെ നമുക്ക് ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാനും പറ്റിയ നല്ലൊരു മഞ്ഞളാണ് കേട്ടോ. പച്ചമഞ്ഞളൊക്കെ നിങ്ങൾ അരച്ച് തേക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പാലിൽ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ തൈരിൽ മിക്സ് ചെയ്തിട്ട് ഫേസിൽ വേണമെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ കുറച്ച് കൂടുതൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ളത് ജസ്റ്റ് ആ ബോട്ടിൽസിൽ ആക്കി വെക്കുകയാണ്. പിന്നെ നമ്മൾ റനക്കുട്ടീൻ്റെ റിസൾട്ട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ റനക്കുട്ടീൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു ദിവസമൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. ഇത് ആക്ച്വലി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഷൂട്ട് ചെയ്ത് വെച്ചതാണ്. എനിക്ക് തീരെ വീഡിയോ എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉള്ള ഒരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ എഡിറ്റ് ചെയ്യാതെ അങ്ങനെ ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അതിന് റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ അൽഹംദുലില്ലാ നീറ്റിൻ്റെ റിസൾട്ട് വന്നു. ഈ നീറ്റിൻ്റെ ഇപ്പോൾ പ്രോബ്ലമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. റനക്കുട്ടി നല്ലോണം ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു കേട്ടോ. ആദ്യം ഒരിക്കൽ നമ്മൾ നീറ്റ് എക്സാം എഴുതി, അതിന് തന്നെ ഞാൻ എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് അതിൻ്റെ ഫീസ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുത്ത് നമ്മൾ ഹോസ്റ്റലിലേക്കൊക്കെ വിട്ടത്. പിന്നെ നോക്കുന്ന സമയത്ത് അത് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായി, അത് ക്യാൻസൽ ചെയ്തല്ലോ. പിന്നെ അതിന് ശേഷം വീണ്ടും അവളൊന്ന് പഠിക്കാനിരിക്കുമ്പോഴേക്കും മൊത്തത്തിൽ കുട്ടികളാകെ കൂടെ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും. അങ്ങനെ അവളെന്തോ ഭാഗ്യത്തിന് വീണ്ടും വിത്തിൻ 1 വീക്ക് കൊണ്ട് ബയോളജി അറ്റൻഡ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നീറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാ ക്വാളിഫൈഡ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മെഡിക്കൽ സീറ്റ് ഏതെങ്കിലും നോക്കാമെന്നാണ് വിചാരിക്കുന്നത്, ഇൻഷാ അല്ലാ. പിന്നെ എല്ലാം കൂടെ ഒന്നിച്ച് വന്നൊരു സമയമായതുകൊണ്ട് ഞാൻ മൊത്തത്തിൽ എന്താ പറയുക, എൻ്റെ മൈൻഡ് ഔട്ടായിരിക്കുകയാണ്. വീടിൻ്റെ കാര്യം, പിന്നെ റനക്കുട്ടീൻ്റെ പഠനത്തിൻ്റെ കാര്യമൊക്കെ. പിന്നെ റനക്കുട്ടീൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ജൂലൈ 20 അങ്ങനെ റനക്കുട്ടിക്ക് 18ാമത്തെ വയസ്സായിരിക്കുകയാണ്. ഞാൻ റന ചെറുതെന്നിരിക്കുമ്പോൾ തന്നെ ഭയങ്കര പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവൾ +2 കഴിയുമ്പോഴേക്കും ഇങ്ങനെ ആയിരിക്കണം, എല്ലാ കാര്യങ്ങളും ഓരോന്നും നമ്മൾ നോക്കി ചെയ്യണം, അവളുടെ ആ പഠനത്തിൻ്റെ സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവരുത് എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ലോണൊക്കെ മുമ്പേ പെട്ടെന്ന് ക്ലോസ് ചെയ്തത്. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു പൈസ അവളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പം തന്നെ മാറ്റി വയ്ക്കുക എന്തെങ്കിലും ചെയ്യായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചു ഷോപ്പുകളുടെ വരുമാനം കാര്യങ്ങളൊക്കെ അവളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കണം എന്നൊന്നുമില്ലല്ലോ. നോക്കാം പഠിച്ചോൻ എന്താണ് കരുതി വെച്ചിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഉംറക്കൊക്കെ പോയിട്ട് ഇങ്ങനെ ഭയങ്കര പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയത് വലിയ പ്രയാസങ്ങളൊന്നും ഇല്ലാതെ പഠിച്ചോൻ കാര്യങ്ങളൊക്കെ ഈസിയാക്കി തരണേ എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ. ഇനി എന്താവുന്നുള്ളത് അറിയില്ല. വീടിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ പകുതിയിൽ പെൻഡിങ്ങിൽ നിൽക്കുകയാണ്. നമ്മളൊന്നോ ഈ വീട് വിൽക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഞാനെടുത്ത പുതിയ വീട് വിൽക്കുക എന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു. കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, ഒന്നും എന്താ പറയുക ഉറപ്പിക്കാനായിട്ടില്ല. എന്താവും ഏതാവും എന്നൊന്നും അറിയില്ല. ഇൻഷാ അല്ലാ എന്തെങ്കിലും അവസാന ടൈം ആകുമ്പോഴേക്കും ഒരു മാജിക് പോലെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും എന്നൊക്കെ വിചാരിക്കുന്നു.
നോക്കാം. പിന്നെന്താ, അപ്പോൾ ഇതേ നമ്മുടെ പാല് അപ്പോഴേക്കും കുറുകി ഇങ്ങനെ വരും. സിമ്മിൽ വെച്ചിട്ടാണ് ഞാനിത് റെഡിയാക്കുന്നത് കേട്ടോ. കാരണം നമ്മൾ ഈ 1.5 ഗ്ലാസ് എന്നുള്ളത് ഒരു 1/4 ഗ്ലാസ് ആകുന്നവരേക്കും ആക്കിയാൽ ആ പാലിൻ്റെ ഒരു മണമൊക്കെ പോയിട്ട് ഈ വെളുത്തുള്ളിയുടെ മുഴുവൻ എസൻസും മഞ്ഞളുടെ ആ ഒരു ഗുണങ്ങളൊക്കെ അതിൽ നന്നായിട്ട് ഇറങ്ങി വരും. അപ്പോൾ നമുക്ക് കുറച്ച് കുടിക്കുമ്പോഴേക്കും തന്നെ അതിൽ നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിന്റെ മേലെ ഇങ്ങനെ സ്പൂൺ വെച്ചാലോ ഫ്ലോട്ടോ അത്ര ഡെൻസ് പുഡിംഗ് ആവും. അത്ര ജിഞ്ചർ ജ്യൂസോ? ആരാ പറഞ്ഞു? ലൈക്ക് ഫ്രഷ്ലി ജ്യൂസ്ഡ് ജിഞ്ചർ ആയിരിക്കണം. പക്ഷേ ഓക്കെ, ഇതിന് കുറച്ച് നേരം അമ്മേ. അപ്പോൾ വെരി തിക്ക് ടർമറിക് ആണ്. മസ്റ്റായിട്ടത് നമുക്ക് ആർക്കെങ്കിലും ആണെങ്കിൽ വാങ്ങിച്ചോ. സൂപ്പർ സാധനം. ഞങ്ങളുടെ 2 സെക്കൻഡ് വീഴുമ്പോഴേക്കും അതിന്റെ പവർ അങ്ങനെ കളർ പിടിച്ചിടൂ. 1 സെക്കൻഡ് അമ്മേ. ഇല്ല, പേടിയായി. അത് എത്ര സ്ട്രോങ് ഓർഗാനിക് ഒറിജിനൽ ടർമറിക് ആണ്. ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഡീറ്റെയിൽസ്. ഈ പാൽപ്പാട് ഇങ്ങനെ വന്ന് കെട്ടി പൊടി വിളിക്കണവൻ്റെ വായി കീറി വിടും ഞാൻ. പറഞ്ഞില്ല എന്ന് വേണ്ട. അപ്പോൾ ഇതേ പാൽ ഏകദേശം നല്ല രീതിക്ക് വറ്റി വരുന്നുണ്ട്. ആക്ച്വലി വേറെ ഏതെങ്കിലുമൊക്കെ മഞ്ഞളാണ് യൂസ് ചെയ്തതെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഈ ഒരു കളർ വരും എന്നുള്ളത്. വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയില്ല, നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വെളുത്തുള്ളിയുടെ ആ ഒരു ചങ്ക്സോടുകൂടെ നമുക്ക് കഴിക്കാം. പക്ഷേ ഞാൻ പാൽ കുടിക്കുന്നത് എന്തോ പറഞ്ഞ പോലെയാണ്, റിസ്ക് എടുക്കാൻ നിൽക്കാറില്ല. അത് അരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇത് കുടിക്കാറുള്ളത്. ഇനിയിപ്പോൾ ഇത് ഒന്നും കൂടെ വറ്റി വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അത് പാൽപ്പാടയും കൂടെ നന്നായിട്ട് ഇങ്ങനെ കെട്ടിയിട്ട് അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ഒരു മണം ഉണ്ടല്ലോ, നിങ്ങൾ ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറ. അതായത് പ്രഗ്നൻ്റ് ആയവർക്ക്, പിന്നെ ഫീഡ് ചെയ്യുന്നവർക്ക്, ഹാർട്ടിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉള്ളവർക്ക്, കൊളസ്ട്രോള്, ചെറിയ കുട്ടികൾക്ക്, നമുക്ക് സ്കിന്നിന് വേണ്ടിയിട്ട് എല്ലാം കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ അത്. മുമ്പ് ഞാൻ ഇടയ്ക്കിടയ്ക്ക്, അതായത് ചെന്നൈയിൽ നിന്ന് പഠിച്ച് വന്ന സമയത്ത് അതിൻ്റെ ഒരു ബെനിഫിറ്റ്സൊക്കെ നമുക്കിങ്ങനെ തലക്ക് പിടിച്ച സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉണ്ടാക്കും. ഞാൻ വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കുറേ ആയിട്ട് ഒന്നും ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 3-4 വർഷമായിട്ട് ഞാൻ ചെയ്തിട്ട് പോലും ഇല്ല എന്നാണ് തോന്നുന്നത്. അത്രയ്ക്കും ഒരു ഓട്ടപ്പാച്ചിലായിരുന്നല്ലോ. അപ്പോൾ വീണ്ടും എന്തോ ഈ മഞ്ഞൾ കണ്ടപ്പോൾ എനിക്ക് ചെയ്യാമെന്ന് തോന്നി. അങ്ങനെ അതേ അരിച്ച് അതിൻ്റെ ഒരു എന്താ പറയുക, ചണ്ടി എന്നല്ലേ, അതാക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലിട്ട് ടച്ചിലേക്ക് നന്നായിരിക്കും. ടേസ്റ്റി പാൽപ്പാടയാണ്. സ്പൂണിൻ്റെ തും പോയാ എനിക്ക് നീ എന്തിനാ തിന്നണ്? അപ്പോൾ അതേ ഗ്ലാസ്സിലേക്ക് ആക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം നമ്മൾ കുറുക്കിയെടുത്തിട്ടുണ്ട് എന്നുള്ളത്. ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് കുടിക്കാം കേട്ടോ. ഇത് രാത്രി കിടക്കാൻ പോകുമ്പോൾ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഉറക്കം കാര്യങ്ങളും ഒക്കെ കിട്ടും. ഇപ്പോൾ രാവിലെ വെറും വയറ്റിൽ കുടിക്കുകയാണെങ്കിലും നല്ലതാണ് കേട്ടോ. അതിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് തണുപ്പിച്ചിട്ട് ചിയാ സീഡൊക്കെ ഇട്ടിട്ട് വേണമെന്നുണ്ടെങ്കിലും കുടിക്കാമേ. ബിസ്മില്ലാഹിർ ഞാൻ ജ്യൂസ് കഴിച്ചാലും പോലെ എത്ര ഇഷ്ടത്തോടെ കുടിക്കാറില്ല. ഹെൽത്തി ഓക്കെ, കുടിക്ക്, ഹെൽത്തിയാണ്. സുന്ദരിയാവും. സുന്ദരി ഒരേ വൈ വേസ്റ്റ് ആക്കണ വേണ്ടിട്ടാണ്. വേസ്റ്റ് ആക്കണ്ട, സുന്ദരിയോ. ഞാൻ ആവശ്യത്തിൽ കൂടുതൽ സുന്ദരിയാണ്. ശരിക്കും കുടിച്ചു നോക്ക്. മഞ്ഞൾ സീരിയസ്ലി സ്കിന്നിന് നല്ലതാ. ഞാനിപ്പോ
അമ്മ തന്നെയല്ലേ എത്ര നേരം കുടിച്ചത്? ഓക്കെ ബൈ. ഞാൻ അവിടെ നോക്കാൻ പറ്റൂല. പിന്നില്ലേ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് അത് പറയാം. പിന്നെ ഞാൻ ബാക്കിയുള്ള മഞ്ഞൾ ഈ ഒരു ബോട്ടിലേക്ക് ഭയങ്കര കെയർഫുള്ളി ആക്കുകയാണ്. കാരണം അത് പെട്ടെന്ന് ചിലപ്പോൾ താഴേക്ക് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ വൈറ്റൊക്കെ നല്ല രസമായിട്ടുണ്ടാവും. അങ്ങനെ അത് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ കാണുമ്പോൾ പലർക്കും പല ജാതി സംശയങ്ങളും ഊഹാഭോഹങ്ങളും അവരുടേതായിട്ടുള്ള ഒരു അസംഷൻസും ഒക്കെ കൊണ്ട് അവരൊരു കൊട്ടാരം തന്നെ പണിയാം. പക്ഷെ ദയവ് ഇത് എന്നെ ബുദ്ധിമുട്ടിക്കരുത്. ഞാനിപ്പോൾ ഒന്നും ആരോടും പറയാറോ സംസാരിക്കാറോ ഒന്നുമില്ല. എൻ്റേതായിട്ടുള്ളൊരു ഒറ്റപ്പെട്ട ഒരു ലോകത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഇപ്പോൾ വീഡിയോയിൽ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ആ ഒരു ഗ്ലൂമി ഫേസും കാണിച്ചുകൊണ്ട് വീഡിയോ ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ മക്കളുടെ മുമ്പിൽ മാക്സിമം വലിയൊരു ഇതൊന്നും കാണിക്കാതെ നിൽക്കുക എന്നുള്ളതും കൂടിയാണ്. ആക്ച്വലി ഞാൻ അത്യാവശ്യം നല്ലൊരു പ്രഷറിൻ്റെ പുറത്താണ് ഇപ്പോൾ ഓരോ ദിവസവും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടും കൂടിയാണ് ഇപ്പോൾ അധികം വീഡിയോസ് കാര്യങ്ങളൊന്നും ചെയ്യാത്തത്. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ വീഡിയോസ് ചെയ്യാനോ നമ്മുടെ എന്തെങ്കിലും കാര്യം പുറത്തേക്ക് പറയാനോ ഒന്നും തന്നെ താല്പര്യമില്ല. വല്ലാഹി എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ ഇതൊക്കെ കൂടി കെട്ടിപ്പൂട്ടിയിട്ട് വാനിഷായി പോവുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു മൈൻഡിലാണ് ഇപ്പോൾ ശരിക്കും ഉള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നും കേൾക്കാനും അല്ലെങ്കിൽ ഒന്നിനുള്ളൊരു ത്രാണിയൊന്നും ഇല്ല പണ്ടത്തെ പോലെ. അപ്പോൾ ഇത് എൻ്റെ പണികൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ലേറ്റ് കാര്യങ്ങളൊക്കെ ഓഫാക്കിയിട്ട് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ കാണുന്ന ക്ലിപ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ റനക്കുട്ടീൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് അതേപോലെ അവളുടെ റിസൾട്ട് കാര്യങ്ങളൊക്കെ വന്ന് റനക്കുട്ടീനെ സന്തോഷിപ്പിക്കാനും വേണ്ടിയിട്ട് എൻ്റെ രണ്ടാമത്തെ ആങ്ങള കേട്ടോ, അവൾക്ക് ട്രീറ്റ് കൊടുക്കണം. പിന്നെ ഞാനും ഇങ്ങനെ ഏത് നേരം ഇങ്ങനെ ഇരിക്കുകയല്ലേ എന്നും പറഞ്ഞിട്ട് നിർബന്ധിച്ച്, ഞാനില്ല എന്നാണ് ആദ്യം പറഞ്ഞത്. ഞാൻ കുറേ പറഞ്ഞു നോക്കി. അപ്പോൾ രണ്ടാമത്തെ ആങ്ങളുടെ മൂത്ത മോള് വന്നിട്ട് ബിബി പ്ലീസ് ബിബിലേ ശരിയാവില്ല അങ്ങനെ ഇങ്ങനെ എന്നിട്ട് പെട്ടെന്നുണ്ട് ഇതേ കാലിൽ വീണ്. ഞാൻ പറഞ്ഞ ജീവിതത്തിൽ ഒരിക്കലും മരണപ്പെടുന്ന ഒരു സിറ്റുവേഷൻ വന്നാലും ഒരാളുടെയും കാലിൽ വീഴരുത് കേട്ടോ എന്ന് പറഞ്ഞു. അവളൊരു തമാശയോ അല്ലെങ്കിൽ എന്നോടുള്ള ഇഷ്ടത്തിൻ്റെ പുറത്തോ ഇതായതായിരിക്കാം. അവളങ്ങനെ കെഞ്ചി വിളിച്ചതുകൊണ്ട് പിന്നെ ഞാൻ ഇറങ്ങിയതാണ്. അങ്ങനെ അതേ റനക്കുട്ടിയും ഹാപ്പി, കുട്ടികളെല്ലാവരും ഭയങ്കര ഹാപ്പി, മക്കളെല്ലാവരും ഉണ്ടായിരുന്നു. ഹയാൻ ഉണ്ടായിരുന്നില്ല, ഹയാൻ സ്കൂളുണ്ടായിരുന്നു. അന്നൊരു ദിവസം ഇതുപോലെ വിളിച്ചിട്ട് വന്ന സമയത്ത് ഹയാനെയായിരുന്നു വിളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നത്, റനക്കുട്ടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്രാവശ്യം പിന്നെ റനക്കുട്ടിനെ വിളിച്ചിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ. കാറിൽ സ്ഥലം ഉണ്ടാവില്ല, കുട്ടികളൊക്കെ ഡിക്കിലൊക്കെ ഇരുത്തിയിട്ടാണ് വരുന്നത്. പിന്നെ അപ്പോൾ ഇതേ ഫുഡ് കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. റന ഭയങ്കര ഹാപ്പി ആയിരുന്നു. റന ഭയങ്കര ഫുഡിയാണ്, എവിടെ നല്ല ഫുഡ് കിട്ടും എന്നിങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന ഒരാളാണ് കേട്ടോ. സോ മക്കളുടെ സന്തോഷം കാര്യങ്ങളൊക്കെ അങ്ങനെ നോക്കി. ഞാൻ കാര്യമായിട്ടൊന്നും അങ്ങനെ കഴിച്ചില്ല, ജസ്റ്റ് സ്റ്റാർട്ടേഴ്സ് മാത്രം കുറച്ച് കഴിച്ചു. പിന്നെ അതിന് ശേഷം ഞാനിങ്ങനെ അവരെയും നോക്കിയിട്ടിരുന്നു. ഇവിടെ അടിപൊളി ഫുഡാണ്, അൺലിമിറ്റഡ് ആയിട്ട് ഇങ്ങനെ ഫുഡ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ. ഫസ്റ്റ് സ്റ്റാർട്ടേഴ്സാണ് മെയിനായിട്ട്, കുറേ ഇങ്ങനെ മാറി മാറി ഇങ്ങനെ വരും. അപ്പോൾ റനക്കുട്ടി ഇങ്ങനെ ബെറ്റൊക്കെ വെച്ചിട്ടാണ് ഇരിക്കുന്നത്, എത്ര പേര് എത്ര ചെമ്മീൻ കഴിക്കുന്നൊക്കെ പറഞ്ഞിട്ട്. ചെമ്മീനും മീനും പിന്നെ വെജിറ്റബിൾസ് അങ്ങനെ എല്ലാം കൂടെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ കൊണ്ടുവരും. നമുക്കിങ്ങനെ ചൂടാക്കിയിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്ത് കഴിക്കാം. അപ്പോൾ പിന്നെ ഇവരേറ്റവും കൂടുതൽ പറഞ്ഞത് ചെമ്മീനായിരുന്നു കേട്ടോ. റനക്കുട്ടി 30 എണ്ണം കഴിക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ഒരു ഇരുത്തം. പിന്നെ റനക്കുട്ടി എന്തുകൊണ്ടും ഈ ഒരു ട്രീറ്റിനും അവളെ സ്പെഷ്യലായിട്ട് കെയർ ചെയ്യാനും ഡിസേർവ്ഡാണ്. കാരണം അത്രത്തോളം ഒരുപാട് പ്രോബ്ലംസിൻ്റെയും കാര്യങ്ങളുടെയും ഒക്കെ ഇടയിലും നല്ല രീതിക്ക് അവൾ എഫേർട്ട് ഇട്ട് പഠിച്ച് എന്താ പറയുക അത്രയും നല്ല മാർക്ക് സ്കോർ ചെയ്യാനും വേണ്ടിയിട്ട് അവൾക്ക് സാധിച്ചിട്ടുണ്ട്. അതും സയൻസ് ഗ്രൂപ്പിൽ, അത് പ്രത്യേകിച്ച് എടുത്തു പറയണം. അപ്പോൾ ഞാൻ എന്തായാലും ഭയങ്കര പ്രൗഡാണ്. പിന്നെ ഞാൻ എപ്പോഴും അവളെ ഒന്നിനും വലുതായിട്ട് അങ്ങനെ നിർബന്ധിക്കില്ല. നിന്നെക്കൊണ്ട് എന്താണോ പറ്റുന്നത് അത് നീ ചെയ്യ്, പക്ഷേ എനിക്ക് നിൻ്റെ മേലെ ഭയങ്കര വിശ്വാസമുണ്ട് എന്നും പറയും.
അപ്പോൾ പിന്നെ അവൾ പറയും ആ അവസാനത്തെ വേർഡാണ് കേട്ടോ ഇത് എന്നുള്ളത്. ഞാൻ പറയും അഥവാ നിനക്ക് പറ്റുന്നില്ലേ, ഇപ്പോൾ നീറ്റിന് നിനക്ക് പറ്റുന്നില്ലേ, നീ ഒന്നും വിചാരിക്കണ്ട, പറ്റുന്ന പോലെ അറ്റൻഡ് ചെയ്യും, ബാക്കി നമുക്ക് എന്താ വെച്ചാൽ നോക്കാം എന്നുള്ളത്. കാരണം നിങ്ങൾ തന്നെ കുറേ കണ്ടിട്ടുണ്ടാകും, കുറേ കുട്ടികൾ ഇപ്പോൾ നീറ്റിൻ്റെ എക്സാം റദ്ദാക്കിയ സമയത്ത് തന്നെ കുറേ കുട്ടികൾ സൂയിസൈഡും കാര്യങ്ങളും ഒക്കെ ചെയ്തതുമൊക്കെ. കാരണം അവർ അത്രത്തോളം അതിനങ്ങനെ ബുദ്ധിമുട്ടുന്നുണ്ട്, അവർ അത്രയും എഫേർട്ട് ഇട്ടിട്ടാണ് ഇതിനൊക്കെ നിൽക്കുന്നത്. പിന്നെ ഞാൻ റിപ്പീറ്റിന് ഒരു വർഷം അങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ഒന്നാമത്തത് എന്താണെന്ന് വെച്ചാൽ അത്രയും എഫേർട്ട് ഇടണം, പിന്നെ നമ്മുടെ മുന്നിൽ അത്രയും ടൈമില്ല, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അവൾ ഭയങ്കര പക്കാ പ്ലാനിങ്ങിലാണ് കേട്ടോ. അവൾ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ഇച്ചു ബേബീൻ്റെ പഠനം കാര്യങ്ങളൊക്കെ അവൾ ഏറ്റെടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ കുട്ടി നിൽക്കുന്നത്. പക്ഷെ ഞാൻ പറയും നിന്നെ ഞാൻ അങ്ങനെയുള്ള ബാധ്യതകളൊന്നും ഏൽപ്പിക്കുന്നില്ല, ഞാനായിട്ട് ചൂസ് ചെയ്തതാണ് അങ്ങനെ ഒരു കുട്ടീനെയും കൂടെ പ്രസവിക്കുക എന്നുള്ളത്. അപ്പോൾ പിന്നെ അത് എൻ്റെ കുട്ടീൻ്റെ തലക്കെട്ട് വെച്ച് കൊടുക്കാൻ പാടില്ലല്ലോ. അപ്പം ഞാൻ നോക്കിക്കോളാം, നീ നന്നായി കണ്ടാൽ മതി. ഓരോരുത്തരും അവനവന് ജീവിക്കാൻ കേപ്പബിളായിട്ടുള്ള ഒരു രീതിയിൽ നിങ്ങളൊന്ന് ആയി കണ്ടാൽ മതി, അത് മാത്രമാണ് എൻ്റെ ആവശ്യം എന്ന് പറയും. പക്ഷെ അവളെപ്പോഴും എന്നെ കംഫർട്ടാക്കി നിർത്താനും എൻ്റെ ടെൻഷൻസ് മനസ്സിലാക്കി എന്നോട് ഇങ്ങോട്ട് ആ ഒരു രീതിയിൽ പെരുമാറുന്ന ഒരേ ഒരാൾ മേ ബി അവളാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അമ്മ വിഷമിക്കണ്ട, നമുക്ക് നോക്കാം, അവളുടെ എഡ്യൂക്കേഷൻ ആവുമ്പോഴേക്കും ഞാൻ പൈസ സമ്പാദിക്കാനായിട്ടുണ്ടാവും, അപ്പോൾ ബേജാറാവണ്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എന്നെ അത്രയ്ക്കും ഇതാക്കി നിർത്തും. സോ അതുകൊണ്ടായിരിക്കാം മേ ബി അവൾ ആരെങ്കിലും എന്തെങ്കിലും കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തീരെ പറ്റാത്തതും. നമ്മൾ പിന്നെ ഒരാളുടെ രൂപത്തിലോ അല്ലെങ്കിൽ വേറെ എന്തിനെങ്കിലും നോക്കണതിനേക്കാളും നല്ലത് അവരുടെ മൈൻഡ് എത്രത്തോളം നല്ലതാണ്, അവരുടെ മനസ്സ് എത്രത്തോളം പെർഫെക്റ്റാണ്, മറ്റുള്ളവരെ വിഷമിപ്പിക്കാത്ത രീതിയിൽ ജീവിക്കുന്നുണ്ട് എന്നല്ല നോക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവർ ഇൻഷാ അല്ലാഹ് ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.